ദീനാമ്മയുടെയും പിള്ളേരുടെയും കാര്യം എന്നും ഇവിടെ ഇങ്ങനെ കഴിഞ്ഞാലെങ്ങനാ? എന്റെ വീട്ടിലോട്ട് അവളെയും കൊണ്ടുപോയാ അവളും പെങ്ങന്മാരും കൂടി ചേരത്തില്ല. ഒരു പുരയിടം ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. കുറച്ച് കിഴക്കോട്ട് മാറിയാ അളിയൻ അവളുടെ വീതം എടുത്തോ, എനിക്ക് കാശായിട്ട് മതി. ഇത്രയും കാലം നീ ഇങ്ങനൊരു ആവശ്യം പറഞ്ഞില്ലല്ലോ. ഇപ്പൊ എന്തുവാ കെട്ടിയോളം പിള്ളേരെ ഓർമ്മിക്കാൻ സ്വത്ത് കിട്ടുകയെന്ന് പേടിച്ച? അതല്ല, എല്ലാം കൂടി നോക്കി നടത്തി അളിയൻ കുറെ ബുദ്ധിമുട്ടുകയാണല്ലോ എന്ന് വിചാരിച്ച. ആ മനസ്സിലായി മനസ്സിലായി. നിങ്ങളെ കെട്ട് കിടക്കുമ്പോ അവിടെ വേല എഴുതി വെച്ചതല്ല ഇവിടെ തന്നെ ഉണ്ട്. ഞാനിടത്ത് തിന്നിട്ടൊന്നുമില്ല. ഇയാളെന്നോ എന്ന് വിളിക്കുന്നേ? ചുമ്മാ അല്ല, വക്കീലന്മാരെ വല്ലതും കണ്ട കാര്യമുണ്ടോ? വക്കീലിന്റെ കുഞ്ചരിയച്ഛൻ വരുമ്പോ പറഞ്ഞേക്കണേടി. അതിപ്പോ എന്ന് വരാനാ? പിള്ളേരുടെ കളിയും ചിരിയും ഒക്കെ ആയിട്ട് ഇത്രയും കാലം ഒന്നിനെ കുറിച്ച് ഞാൻ ഓർക്കാറില്ലായിരുന്നു. പിള്ളേരെയും കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വരാൻ മറക്കല്ലേ. പോകാൻ എനിക്ക് ഇഷ്ടം ഉണ്ടായിട്ടല്ല. എന്നായാലും അത് വേണ്ടേ? അതാ വിളിക്കുന്നു. പോയിട്ട് വരട്ടെ. ആ മിലിറ്ററി പൗലോസിന്റെ കടയിലോട്ടാ. അവിടെ അപ്പൊ കമ്പനി. ആൻഡോ ഇപ്പൊ അവിടെ ക്യാമ്പ്. അയാളെ കുത്തിപ്പൊക്കി വിട്ടത് പൗലോസും ജോർജ് കുട്ടിയും കൂടി ആവുന്നൊരു സംശയമുണ്ട്. തിരക്കിന്ന് പറഞ്ഞു. ആ പൗലോസിന്റെ ചായക്കടല ഇരിപ്പ് അത്ര നല്ലതിനല്ല. അതെന്താ? ആയിക്കോലെ, കുഴപ്പമുണ്ടോ? അതല്ല, എനിക്കത് നാണക്കേടാണ്. മനസ്സിലായോ? അല്ല, ഇവിടെ നിന്ന് മടുക്കുമ്പോ എവിടേക്കെങ്കിലും ഒന്ന് ഇറങ്ങണമല്ലോ എന്ന് കരുതിയാ. അതിന് വേറെ സ്ഥലമൊന്നുമില്ലേ? ശരി, എന്നാ നീ വേറെ എവിടെയെങ്കിലും പോയിരിക്കാം. അവളെന്തിയടാ? അകത്തുണ്ട്. വിളിക്ക. ചെന്ന് വിളിക്കടാ. വിളിച്ച പുള്ളിക്കാരൻ വഴക്ക് പറയും. ഏത് പുള്ളിക്കാരൻ? മുതലാളി ചീരങ്കണ്ടത്തെ. ചീരങ്കണ്ടത്തിലെ ജോർജ് കുട്ടി. ആരെങ്കിലും വന്നാ പൊക്കോളാൻ പറയാൻ ചേച്ചി പറഞ്ഞിട്ടുണ്ട്. നാളെ അവളെ നാട്ടിൽ കണ്ടുപോരുത്. വാ. നിങ്ങൾ ഇതെന്തിനു ഭാവിച്ചോണ്ട് എന്റെ പൊന്നു സാറന്മാരെ ഒന്ന് പോയി. മുതലാളി അറിഞ്ഞ എന്നെ കൊന്നു കളയും. മിണ്ടി പോലത്. ഭാര്യയും കുടുംബമുള്ള ഒരു മനുഷ്യനെ കുറെ കാലമായിട്ട് നീ പിഴിയല്ലേ? നിർത്തിക്കോ. ഇനി ഒരിക്കൽ അങ്ങേര് ഇങ്ങോട്ട് വന്നു എന്നറിഞ്ഞ ഇവിടുത്തെ പുതിയ എസ് ഐ ആരാന്നറിയോ? ഞങ്ങളും പുള്ളിക്കാരും നമ്മൾ ബന്ധം എന്താ അറിയോ? ഞാൻ പോട്ടെ, സൗകര്യം പോലെ വരാം. അച്ചായോ? ആ അല്ല, ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണല്ലോ. ഞാൻ പോട്ടെ മോളെ. 8 മണിയായില്ല, അതിനു മുമ്പേ തുടങ്ങി കുപ്പിയായിട്ട് ഗുസ്തി. ഇതെന്നാ പറ്റി? അലീസേ, ഇന്നെന്ത് പറ്റി? പുറത്തേക്കൊന്നും പോയില്ലേ? ഞാൻ ചുമ്മാ കറങ്ങാൻ പോയത്. ആ, നീ ഇതിൽ വെള്ളം ചൂടാക്കി ഒന്ന് കുളിക്കണം. ഭയങ്കര ക്ഷീണം. എവിടെ പോയിരുന്നു? പിന്നെ എവിടെയെങ്കിലും പോവാതെ. ചേട്ടാ, ഇത് വലിയ കഷ്ടമായല്ലോ. എന്തെങ്കിലും ഒരു തൊഴിൽ ചെയ്ത് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്ക് വീട്ടിലുണ്ടോ? ഉണ്ടോ? ഇല്ലല്ലോ. പിന്നെ വൈകുന്നേരം ഒന്ന് കാറ്റ് കൊള്ളാൻ പുറത്തിറങ്ങാന്ന് വെച്ചാ എവിടെ പോയി എത്ര പേരോട് സമാനം പറയണത്? അല്ല, എനിക്ക് അറിയാൻ മേലാണ്ട് ചോദിക്കുക. പിന്നെ എന്തുകൊണ്ട് തേങ്ങക്കാടി എന്നെ വീട്ടിനകത്ത് കുഴിച്ചു മൂടിയേക്കണേ? ഇച്ചിരി കൂടുന്നുണ്ട് കേട്ടോ. ഫിലിപ്പോസ് പറഞ്ഞനുസരിച്ച് 1 ലക്ഷമുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ സ്ഥാപനമാ. അപ്പൊ കളി അങ്ങ് ഡൽഹി കളിക്കണം. വിനാശ് സാർ അവിടെ ഉണ്ട്. എന്നാലും പണം കൊണ്ടൊരു പ്ലേ ഉണ്ടല്ലോ. വാ. എനിക്ക് വിനാശ് സാറിനും 5 രൂപ പോലും വേണ്ട. കൊടുക്കേണ്ടടുത്ത് കൊടുത്താ ബാക്കി മുഴുവൻ പാർട്ടി ഫണ്ടിലേക്കാണ് പോകുന്നത്. ആ, ഞായറാഴ്ച ഞാൻ ഡൽഹിക്ക് പോകും. വന്നിട്ട് കാണാം. മദ്രാസിലായിരിക്കും അപ്പോയിന്റ്മെന്റ്.
ക്വാർട്ടേഴ്സിനും മറ്റു കാര്യങ്ങൾക്കും അല്പ താമസം നേരിടും. അത് സാരമില്ല, അവൻ തനിച്ചേ ഉള്ളൂ, മോളെ കൂടെ അയക്കുന്നില്ല. കേരളത്തിലും അടുത്തൊരു യൂണിറ്റ് തുടങ്ങുന്നുണ്ട്. അപ്പോ മരുമകനെ നമുക്ക് ഇങ്ങോട്ട് ചാടിക്കാം. വേണ്ട, അവിടെ തന്നെ കിടന്നോട്ടെ. ഇത്തിരി കൂടെ വടക്കോട്ടായാലും കുഴപ്പമില്ല. എന്നെ ആയാലും വേഗം ശരിയാക്കി തരണം. പിന്നെ തിടീന്ന് കാര്യങ്ങൾ നീങ്ങല്ലേ. പയ്യനോട് റെഡി ആയിരിക്കാൻ പറ. ജോലിക്ക് പോണെന്ന് ഒരിക്കൽ ഞാൻ പറഞ്ഞത് എന്ത് അവിവേകമായി പോയെന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. ആ എന്റെ അപ്പച്ചൻ നിന്ന വാക്ക് ഞാനായിട്ട് തെറ്റിക്കുന്നത് ശരിയല്ലല്ലോ. എന്നോട് പറഞ്ഞ വാക്കല്ലേ, അത് സാരമില്ല. രൂപ കൊടുത്ത് ഞാൻ എല്ലാം ശരിയാക്കിയിട്ടുണ്ട്. ശരിയാവില്ല അത്. ഏത്? ഇവിടെ എല്ലാരെയും വിഷമിപ്പിച്ചിട്ട് പ്രത്യേകിച്ച് അപ്പച്ചനെയൊക്കെ വിട്ടുപിരിഞ്ഞ് ഞാൻ ആലീസിനെ കൊണ്ടൊക്കെ പോവാന്ന് പറഞ്ഞ ശരിയല്ലത്. ആലീസിനെ ഇപ്പൊ കൊണ്ടുപോകണ്ടാന്ന് വെക്കണം. വല്യപ്പോ ആ പൂതി അങ്ങ് മാറ്റി വെച്ചേക്ക്. എന്താ? അല്ല, വേറൊരു പ്രശ്നമുണ്ട് അപ്പച്ച. എന്ത് പ്രശ്നം? ഈടെയായി മിക്കവാറും ദിവസങ്ങളിൽ സ്വപ്നത്തിൽ ഒരു പുണ്യാളം വന്ന് എന്നോട് പറയാറുണ്ട്, നീ ഇവിടെ വിട്ട് പോരുത്, നിനക്കിനി ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്തു തീർക്കാനുണ്ടെന്ന്. ഛെ, അതൊക്കെ വെറും തോന്നലാ. ഏതോ വേക്കനാവ് കണ്ടെന്നും പറഞ്ഞ്. അയ്യോ അല്ല അപ്പച്ച, ഒരു സത്യക്രിസ്ത്യാനിയായ ഞാൻ പുണ്യാളം പറയുന്നത് കേൾക്കാതെ മദ്രാസിൽ പോയാ ചിലപ്പോ എന്റെ ജീവൻ വരെ അപകടത്തിലായിരുന്നു വരും. ഒരാപത്ത് വരുമെന്ന് അറിഞ്ഞിട്ടും എന്തിനാ അപ്പച്ച ജോലി കഴിക്കുന്നത്? ആപത്ത് എന്റെ അമ്മയുടെ അവനവിടെ നിന്നാൽ ആപത്ത്. എടി, രൂപ 1 ലക്ഷമാ കയ്യിൽ നിന്ന് പോയത്, അറിയാവോ? പോയനോ ഏലിയയിൽ ഇന്ന് എടുത്തു വെച്ച് ഉടുത്തെന്ന് പറഞ്ഞോലായി. അച്ചായൻ കഴിച്ചാട്ടെ, അവിടെ ആർക്കും അസുഖമൊന്നുമില്ലല്ലോ. ഇവളുടെ കാര്യം നേരെ ചൊവ്വേ നടന്നു കിട്ടുന്നത് വരെയുള്ള ആദ്യം തന്നെ, അല്ലാതെ ഒന്നുമില്ല. നീ എന്നെ അടി വിരുന്ന് കയറിയ പോലെ അകത്തോട്ട് വാ. എന്താ? വത്സമ്മയുടെ കല്യാണ തീയതി നിശ്ചയിച്ചിരിക്കുക. എന്റെ സ്ഥിതിയൊക്കെ ഇട്ടിച്ചൻ അറിയാലോ. പുറത്തൊരാളുടെ മുമ്പിൽ കൈനീട്ടാൻ മനസ്സനുവദിക്കുന്നില്ല. വളച്ചു കെട്ടി ബുദ്ധിമുട്ടിക്കണമെന്നില്ല. എന്റെ കയ്യിൽ നിന്ന് ഒരു ചില്ലി കാശ് കിട്ടത്തില്ല. 5 അപ്പം കൊണ്ട് 5000 പേരെ തൃപ്തിപ്പെടുത്താൻ ഞാൻ ക്രിസ്തു ഒന്നും അല്ല ഇട്ടിയ. രക്തബന്ധം മറന്ന് നീ അങ്ങനെയൊന്നും പറയല്ലേ ഇട്ടി. എന്നാ രക്തബന്ധം? എനിക്ക് അങ്ങനെ ഒരു ബന്ധവുമില്ല. കൈ കാശില്ല, കെട്ടിച്ചയക്കണ്ടെന്ന് വെക്കണം. വല്ല വടത്തിലും പറഞ്ഞയക്ക്. മോനെ, അമ്മച്ചി ഒരു കാര്യം പറയട്ടെ. എന്താ മച്ചി? ദേ, ഇത് ഇച്ചിരി പഴയ സ്വർണമാ. നീ ഇത് ടൗണിൽ എവിടെങ്കിലും കൊണ്ടുപോയി വിറ്റിട്ട് ഉള്ള കാശ് വാങ്ങിച്ചോണ്ടാ മോനെ. ഇവിടുത്തെ അപ്പച്ചൻ അറിഞ്ഞ എന്നെ കൊല്ലും. ഇതെന്താണ് അമ്മച്ചി, ഇത് വിറ്റിട്ട് ഇത്ര അത്യാവശ്യം എന്താ? അതെ, നേരത്തെ ഇവിടെ വന്നേച്ചും പോയതാ കുന്നേലെ ചാക്കോച്ചനും മോളുവാ. ആ കൊച്ചിന്റെ കല്യാണമാ. പറഞ്ഞു വരുമ്പോ ഇവിടുത്തെ അപ്പച്ചന്റെ അടുത്ത ഒരു ബന്ധുവാ. അവർക്ക് എന്തെങ്കിലും കൊടുത്തു പോയെന്ന് വെച്ച് ഇവിടെ ആരും മുടിഞ്ഞു പോത്തൊന്നുമില്ല. കൊടുക്കുകയല്ല, അങ്ങനത്തെ അല്ലേ മനസ്സ്. ആ കൊച്ചാണെങ്കി ഇവിടെ കുറേ നാള് നിന്നതാ. ഞാൻ നോക്കിയിട്ട് ഇത് ഒരു വഴിയേ കാണുന്നുള്ളൂ. നീ ഒന്ന് എളുപ്പം പോയിച്ചു മാമോനെ. ഇതിരിക്കട്ടെ അമ്മച്ചി, കല്യാണത്തിന് ഇനിയും ദിവസം ഉണ്ടല്ലോ. അതിനു മുമ്പ് എന്തെങ്കിലും ഒരു വഴി കാണും. ഇറങ്ങണം, വേഗം വരണം. മിസ്റ്റർ വെട്ടിയച്ചനല്ലേ? അതെ, ഞാനാ. ആരാ? ഞങ്ങൾ ഇൻകം ടാക്സിന്നാണ്. നമ്മുടെ ജോലി എന്താണ്? ജോലി ഇതൊക്കെ തന്നെ. എന്ത്, ബാർബർ ഷാപ്പോ? അല്ല, ഈ കൃഷി. എന്താ? റബ്ബർ കൃഷി. അങ്ങനെ പറ. നിങ്ങൾ അഗ്രികൾച്ചർ ഇൻകം ടാക്സ് കൊടുക്കാറുണ്ടോ? ടാക്സ് കൊടുക്കാൻ വേണ്ടിയുള്ള വരുമാനമൊന്നും ഇല്ല. ഈയിടെ നിങ്ങൾ 2 സഹോദരിമാരുടെ ഷെയർ വാങ്ങിയില്ലായിരുന്നു? റൊക്കം പണം കൊടുത്ത്. അതെ. അതിനുള്ള സോഴ്സ് എന്താണ്? ഏ? ഞങ്ങൾക്ക് ഈ വീടും സെർച്ച് ചെയ്യണം. മനസ്സിലായില്ല സാറേ. Police party is here. Come on. Search it all things fast. Bloody nonsense, stupid. ഇല്ല ഇല്ല, നിങ്ങൾ എന്നാ കാണിക്കാൻ പോവാ? അതൊക്കെ കാണിച്ചു തരാം. നിങ്ങളുടെ അക്കൗണ്ട് ബുക്സ് എല്ലാം എടുത്തേ. സ്ത്രീകളടക്കം ആരും വെളിയെ പോകാൻ പാടില്ല. സ്റ്റോപ്പ് ദി കിച്ചൺ വർക്ക്സ്. മാറണം 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 മാറണം. Come on. Upstairs is here. Come on, come on. Come on, come on, come on. നിങ്ങളുടെ ലെറ്റർ ഒക്കെ എവിടെ വെച്ചിട്ടുള്ളത്? കാണിച്ചു തരണം. വേഗം വരണം.
വന്നേ പറയട്ടെ. എന്താ എന്താ പ്രശ്നം? ഇൻകം ടാക്സ് സെർച്ച്. ഹു ആർ യു? നിങ്ങളാരാ? ഓഹോ, ഇൻകം ടാക്സ് സെർച്ച് പറഞ്ഞ് വീട്ടിൽ കൂടി എന്ത് തോന്നിയ ദിവസം കാണിക്കുന്ന സെർച്ച് പറഞ്ഞുണ്ടോ? അതെ, ഈ പറഞ്ഞൊന്നുമില്ല ഇതിനകത്ത് വന്ന് കയറാൻ. തറവാട്ട് വകയാ? Shut up your bloody mouth. Shut up your bloody mouth. What bloody nonsense you are talking, man? എന്നാ എന്നാ അയാൾ പറയുന്നത്? I say who are you? I am George Uti, son-in-law. കൊടുക്കണം. Come on. അയ്യോ, വാറണ്ടാ അപ്പച്ച. അവരകത്ത് കയറ്റി ആ പ്രശ്നവും. താക്കോൽ എവിടെ? Who is the key? അയ്യോ, താക്കോൽ താക്കോൽ എടുക്ക്. വേഗം കുരിശ് വരത്തിട്ട് ഒരു കാര്യമില്ല. താക്കോൽ കൊണ്ടുവാ. അതാ വന്നു. ലക്ഷക്കണക്കിന് രൂപയുടെ കള്ളപ്പണം നിങ്ങളുടെ കയ്യിലുണ്ട്. നിങ്ങൾ രക്ഷപ്പെടാൻ നോക്കണ്ട. അയ്യോ സാറേ, ഇത് കള്ളപ്പണമല്ല. പിന്നെ? അത്യധ്വാനം ചെയ്തിട്ട് പിന്നെ. We want source of income. എന്നാ? സാർ പ്ലീസ് കുഴപ്പത്തിലാക്കരുത്. എങ്ങനെയെങ്കിലും ഞങ്ങൾ ഇതിന് ഒഴിവാക്കി തരണം. എന്താ വേണ്ടെന്ന് വെച്ചാൽ ചെയ്യാം. എങ്കിൽ എന്താണെന്ന് വെച്ചാൽ ചെയ്യൂ. നിങ്ങൾ എന്തിനാ അവിടെ നോക്കിയിരിക്കുന്നത്? പോണം പോണം പോണം. അവർക്ക് എന്തെങ്കിലും കൊടുക്കണം. എന്തെങ്കിലും ആക്കണ്ട. 500 രൂപ കൊടുത്തേക്കാം. പിന്നെ ഊണ് കഴിഞ്ഞിട്ട് കൊടുത്തു വിട്ടേക്കാം. ഊണും കാപ്പിയും കഴിക്കാൻ ബന്ധു വീട്ടിൽ നിന്ന് വന്നവരാണല്ലോ. 500 രൂപ കൊടുത്താലേ മോന്തയ്ക്ക് വലിച്ചെറിയും. പിന്നെ എന്നാ വേണമെന്ന്? 1000 മതിയാവോ? 25,000 രൂപ എണ്ണി കൈ കൊടുത്തില്ലെങ്കിലേ ഇനിയുള്ള കാലം അഴി എണ്ണി ഈച്ചയും പിടിച്ച് അകത്ത് സുഖമായിട്ട് കഴിയാം. എന്താ വേണമെന്ന് വെച്ചാൽ വേഗം തീരുമാനിക്കുന്നത്.